ദേവരാജൻ ഇന്ദ്രനെ കീഴടക്കിയവനും ലങ്കയുടെ കിരീടാവകാശിയും രാവണന്റെ പ്രഥമ സന്തതിയും അസുരഗുരുവായ ശുക്രാചാര്യരുടെ ഉത്തമ ശിഷ്യനും ഇത്രയും വിശേഷണമുള്ള ഒരുവനാകുന്നു മേഘനാഥൻ എന്ന ഇന്ദ്രജിത്ത്. രാവണന്റെ പ്രഥമ പത്നിയും പട്ടമഹർഷിയും സർവോപരി പതിവ്രതയുമായിരുന്ന മണ്ഡോദരിയുടെയും പ്രഥമ പുത്രനായി മേഘനാഥൻ പിറവികൊണ്ടു. അവന്റെ ജനനവേളയിലെ രോദനം ദിഗന്ധങ്ങളും മേഘങ്ങളും പോലും കേൾക്കും വിധമാകുന്നു. ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തോടുകൂടി കരഞ്ഞവനാകിയാൽ തന്നെ അവന് മേഘനാഥൻ എന്ന് നാമമാകുന്നു. അങ്ങനെ അവന്റെ ശൈശവം പിന്നീട് ബാല്യത്തിലേക്ക് കടന്നു. അവനെ പരമോന്നതനാക്കുവാനും ആരാലും പരാജിതനാക്കരുത് എന്ന അതിമോഹത്തിൽ പിതാവായ രാവണൻ ഓരോ നീക്കങ്ങൾ ആരംഭിച്ചു. അവന്റെ ജനനത്തിനു മുൻപ് തന്നെ രാവണൻ ഇക്കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇന്ദ്രജിത്ത് ജനിക്കുന്നതിനു മുൻപ് ജ്യോതിഷത്തിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ദശാനനൻ ജനന സമയം നല്ലതാകുന്നതിനായി നക്ഷത്ര രാശികളെയും ഗ്രഹങ്ങളെയും തൻ്റെ ആജ്ഞയുടെ പരിധിയിൽ നിർത്തി. അതുപ്രകാരം കൃത്രിമമായി നല്ല സമയം ഉണ്ടാക്കിയെടുത്ത് ആ സമയത്തായിരുന്നു ഇന്ദ്രജിത്ത് പിറന്നത്. മേഘനാഥൻ മന്ത്രവാദവും മന്ത്രവാദ തന്ത്രം എന്നു വേണ്ട സകല നന്മയുള്ളതും തിന്മയുള്ളതുമായ വിദ്യകളെല്ലാം തന്നെ ഹൃദ്യസ്ഥമാക്കി. ബ്രാഹ്മണി, ശക്രജിത, വാരിദാനത, ഘനനാഥ, വാസവജിത എന്നീ നാമങ്ങളിലും കേൾവി കേട്ട ഇന്ദ്രജിത്ത് പിൽക്കാലത്ത് ആദിശേഷപുത്രിയായ സുലോചന എന്ന പ്രമീളയെ വിവാഹം ചെയ്തു. സുലോചന വളരെ പതിവ്രതയും ഉത്തമ ഭക്തയും സർവോപരി രാമഭക്തയും ആയിരുന്നു. അങ്ങനെ കഴിയും കാലം ദേവന്മാരും രാവണനും തമ്മിൽ അതിഭീകരമായ ഒരു യുദ്ധം അരങ്ങേറി. സദാ പിതാവിൽ വിധേയനായി കഴിഞ്ഞിരുന്ന ഇന്ദ്രജിത്ത് സ്വാഭാവികമായും പിതാവിനെ പിന്തുണച്ചുകൊണ്ട് ദേവന്മാരെ ആക്രമിച്ചു. ദേവരാജൻ ഇന്ദ്രനെ പിടികൂടി ലങ്കയുടെ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനാക്കി. മാനസികമായി അദ്ദേഹത്തെ രാവണനും മേഘനാഥനും ചേർന്ന് പീഡിപ്പിച്ചു. അവസാനം രാവണനും പുത്രനും ചേർന്ന് ദേവരാജനെ വധിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത് ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്ത കാര്യമാകുന്നതിനാൽ തന്നെ ബ്രഹ്മദേവൻ ഇന്ദ്രജിത്തിന് മുൻപാകെ പ്രത്യക്ഷനായി. ഇന്ദ്രനെ മോചിപ്പിക്കണമെന്നും അതിനു പകരമായി രാവണപുത്ര, നിനക്ക് നമ്മോട് ഒരു വരം ആവശ്യപ്പെടാവുന്നതുമാണ് എന്ന് സരസ്വതിപതി അരുളി. അതുപ്രകാരം ഇന്ദ്രജിത്ത് അമരത്വം ആവശ്യപ്പെട്ടു. എന്നാൽ അമരത്വം എന്നത് അസംഭവ്യമാകുന്നു എന്ന് ബ്രഹ്മദേവൻ അരുളി. ജനനത്തിന് മരണം നിർബന്ധമാകുന്നു. പുത്ര മേഘനാഥ, ഇത് പ്രകാരം സംഭവ്യമാകുന്ന എന്തെങ്കിലും നിനക്ക് നമ്മോട് ചോദിക്കാവുന്നതാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. ഇന്ദ്രജിത്ത് ബ്രഹ്മദേവനോടായി, 12 വർഷം ഉറങ്ങാത്ത ഒരുവൻ നമ്മെ വധിക്കാവൂ എന്ന് വരം നേടി. അതുപ്രകാരം അദ്ദേഹം തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനുമായി അവിടെ നിന്ന് പ്രത്യക്ഷനായി. ഇന്ദ്രജിത്തിന് തനിക്ക് അമരത്വം എന്ന വരം ലഭിച്ചു എന്ന് കരുതി സന്തോഷിച്ചു. അതായത് 12 വർഷക്കാലം ഒരുവൻ തുടർച്ചയായി ഉറങ്ങാതിരിക്കുവാൻ കഴിയില്ല എന്ന ധാരണയായിരുന്നു അവന്. എന്നാൽ ഇങ്ങൊരിടത്ത് സോദര സ്നേഹത്തിന്റെ പര്യായമായ ഒരു ശ്രേഷ്ഠൻ അവന്റെ ചിന്തയ്ക്ക് അതീതമായി നിദ്രയെ
പരിത്യജിച്ച് കഴിയുന്നുണ്ടായിരുന്നു എന്ന് ആ വ്യാമോഹിക്ക് അറിയില്ലായിരുന്നു. രാമരാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്ത് മികച്ച പോരാളിയായി നിലകൊണ്ടു. യുദ്ധത്തിന്റെ ഓരോ ദിനവും, യുദ്ധത്തിന്റെ 1-ാം ദിനം ഇന്ദ്രജിത്ത് നാഗപാശത്താൽ രാമലക്ഷ്മണന്മാരെ ബന്ധിച്ചു. മാരുതിയുടെ നിർദ്ദേശാർത്ഥം ഗരുഡൻ അവരെ മോചിതരാക്കി. യുദ്ധത്തിന്റെ 2-ാം ദിനം രാമലക്ഷ്മണന്മാർ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ ഇന്ദ്രജിത്ത് ഒരാളെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ഉറപ്പിച്ചു. ലക്ഷ്മണനുമായി ഘോരമായി യുദ്ധം ചെയ്തു. വാസവി ശക്തി എന്ന വിദ്യ ലക്ഷ്മണനുമേൽ പ്രയോഗിച്ചു. ലക്ഷ്മണൻ ബോധരഹിതനാകുകയും സഞ്ജീവിനിയാൽ അദ്ദേഹം അതിൽ നിന്നും മോചിതനാകുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. ശ്രീരാമ സോദരനും ശേഷനാഗമായ ശ്രീ അനന്തന്റെ അവതാര പുരുഷനുമായ ലക്ഷ്മണനാൽ രാവണൻ എന്ന ദുർമോഹിയുടെ രാക്ഷസപുത്രനായ ഇന്ദ്രജിത്ത് കൊല്ലപ്പെട്ടു.